Hello everyone. Oh shit. Okay, there is a lot of bloopers coming. എനിക്കറിയത്തില്ലടാ, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനി അങ്ങോട്ട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ ഫ്രീ ആയി വീട്ടിലെത്തി സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്ന് കുറച്ച് മുന്നെയാണ് ഐ നീഡ് ടു ഡൂ ദിസ് വീഡിയോ എന്നെനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് ഞാൻ ഒരു പടം കണ്ടു. ആൻഡ് ചിലപ്പം ഞാനിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ ഇതിന് മാത്രം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല സൈഡിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാകും. പക്ഷേ അതിന് മാത്രമുണ്ട്. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട്. ഞാനിന്ന് ലോക പാർട്ട് 1 അതിൻ്റെ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്തിട്ട് ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്ന് കണ്ടു, ഇന്ന് ആ ടിക്കറ്റ് കിട്ടിയേ. മാൻ, എന്താ ഞാൻ പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഈ സൂപ്പർ ഹീറോസ് അങ്ങനത്തിനൊക്കെ ജോണിലുള്ളൊരു മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് എക്സൈറ്റ്സ് മീ. നല്ല രസമാണ്. ഞാൻ മാർവലിൻ്റെ ഒരു ഫാനാണ്. ഞാൻ മാർവലിൽ തന്നെ എൻ്റെ മെയിൻ ഫീമെയിൽ ആയിട്ടുള്ള ബ്ലാക്ക് വിഡോ ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പുള്ളിക്കാരി അതിൽ മരിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയാണ് ഫുൾ മാർവൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ആ ഒരു ഫീല് കിട്ടി, മനസ്സിലായില്ലേ? ഞാൻ മാർവൽ പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്ലാക്ക് വിഡോനെ കണ്ടൊരു ഫീൽ എനിക്കിന്ന് കല്യാണീനെ കണ്ടപ്പോൾ കിട്ടി എന്നുള്ളതാണ്. സോ അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായ പടം. അതിൻ്റെ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ വിഷ്വൽസ്. അതിൻ്റെ ഗ്രാഫിക്സ് ആണെങ്കിലും എവറിത്തിങ് എൻ്റെ പൊന്നെ അടിപൊളി. ഞാൻ ഇത്രയും ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത്. ഇങ്ങനൊരു പടം ഇറങ്ങുന്നു, ഇതിൻ്റെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. സ്വതവേ ഞാൻ ട്രെയിലർ കാണാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇത്രയും ഹൈപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഒബ്വിയസ്ലി എല്ലാവരുടെയും പോലെ എടുത്ത് കാണും. പക്ഷേ ഞാൻ ഇതിൻ്റെ ട്രെയിലറും കണ്ടിട്ടില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദിസ് മൂവി അബൌട്ട്. എന്താണ് ഇതിലുള്ളത്? അങ്ങനെ ഒരു സൂപ്പർ ഹീറോ സാധനമാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ട് എന്നല്ലാണ്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിത് കാണണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പോയി കണ്ടു. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ആണെങ്കിലും സീൻ എന്നൊക്കെ പറഞ്ഞാൽ വാവ്, അമേസിങ്. നല്ലൊരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ മൂവി എന്ന് പറയുന്നത്. ഐ റിയലി ഫീൽ ലൈക്ക് ഇതിവിടെ നിന്ന് നിൽക്കണ്ടേ അല്ല ഗൈസ്. ഇതൊക്കെ ശരിക്കും ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മളിപ്പം ഈ സൂപ്പർ ഹീറോസിൻ്റെ മൂവീസ് നമ്മളിപ്പം ഹോളിവുഡിലാണ് അധികം, മാർവലിലാണെങ്കിലും DC-ൻ്റെ ആണെങ്കിലും നമ്മൾ അതൊക്കെ എത്രത്തോളം നമ്മൾ എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മോളിവുഡ്, ഇങ്ങനൊരു സാധനം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഗൈസ്. അതിനെപ്പറ്റി എവ്രിബഡി ഷുഡ് സ്പീക്ക് അബൌട്ട് ഇറ്റ്, എവ്രിബഡി ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ്. നമ്മൾ ബാക്കിയുള്ള വേറെ ലാംഗ്വേജിലെയൊക്കെ ഇതുപോലത്തെ മൂവീസിൻ്റെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ഇറ്റ് ഈസ് ഫ്രം കേരള. വി ഷുഡ് ആക്ച്വലി സെലിബ്രേറ്റ് ഇറ്റ്, വി ഷുഡ് ആക്ച്വലി സ്പീക്ക് അബൌട്ട് ഇറ്റ്, വി ഷുഡ് ആക്ച്വലി എന്താ പറയുക, അത്രയും എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ഞാൻ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പോലും. ഐ വാസ് ലൈക്ക്, ഞാനിങ്ങനെ എൻ്റെ അനിയൻ്റെ അടുത്ത് പറയുന്നു, ഇപ്പം നമ്മൾ മാർവലിൻ്റെ മൂവീസൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പടം കഴിഞ്ഞാലും നമ്മളവിടെ ഇരിക്കും, എന്തോ ഒരു സാധനം ഇറക്കുമെന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ പടം കഴിഞ്ഞു ഇങ്ങനെ പേരൊക്കെ എഴുതി കാണിച്ചാൽ ഒന്ന് കുറച്ച് നേരം ഇരുന്ന് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ. ആൻഡ് ഇറ്റ് വാസ് ദെയർ. ബട്ട് ഐ എം നോട്ട് സേയിങ്, ഡെഫിനറ്റ്ലി ഒരുപാട് റെഫറൻസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഒരു എന്താ പറയുക, എത്രത്തോളം ഹാർഡ് വർക്കും എത്രത്തോളം ഇറ്റ്സ് ഓൾ എന്താ പറയുക, അങ്ങനൊരു പടം എടുക്കാൻ
കാണിച്ചൊരു കറേജ് ഉണ്ടല്ലോ, ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വി ഷുഡ് റിയലി അപ്രീഷിയേറ്റ് അബൌട്ട് ദ ക്രൂ മെമ്പേഴ്സ്. ആൻഡ് നിമിഷ് രവി, ദെൻ പുള്ളിക്കാരൻ്റെ വിഷ്വൽസൊക്കെ കിടിലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ ഗ്രേഡിങ് ആണെങ്കിലും എനിക്കിതിനൊന്നും പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. ടെക്നിക്കൽ സൈഡ് ഞാൻ 0 ആണ്. പക്ഷേ ആസ് ഒരു നോർമൽ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഇറ്റ് വാസ് ലൈക്ക് എ വേൾഡ്, എ ഡിഫറെൻറ്റ് വേൾഡ് ആയിരുന്നു ആ തിയേറ്റർ ഫുള്ള് ക്രിയേറ്റ് ചെയ്ത്. ഫോർ ഒരു 2.5 മണിക്കൂർ വി വർ ഇൻ സം അതർ, എന്താ പറയുക, ഒരു അങ്ങനൊരു വേൾഡിലായിരുന്നു, ഒരു ഫാൻറ്റസി വേൾഡിലായിരുന്നു നമ്മൾ ജീവിക്കുന്നുണ്ടായിരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. എനിക്ക് എന്താ അതിനെ പറ്റി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഐ റിയലി വാണ്ട് പീപ്പിൾ ടു വാച്ച് ദിസ് മൂവി ആൻഡ് ടോക്ക് അബൌട്ട് ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് ദിസ് മൂവി. ഓവർ ഹൈപ്ഡ് ആണോ, അങ്ങനെ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് ഗൈസ്. ഓവർ ഹൈപ്ഡ് ആണോ, അണ്ടർ ഹൈപ്ഡ് ആണോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് എൻ്റർടൈനർ. നമ്മൾ 2.5 മണിക്കൂർ വി ക്യാൻ ജസ്റ്റ് റിലാക്സ് ആൻഡ് വാച്ച് ദിസ് മൂവി. എല്ലാ തരത്തിലുള്ള ഒരുപാട് ബീജിയംസും അതിൻ്റെ സ്കോറിംഗ് ഒക്കെ കേട്ടിട്ട് എനിക്ക് ഗൂസ് ബംസ് വന്നിട്ടുണ്ട്. ലിറ്ററലി സോ ഗുഡ്. അതിലുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, എല്ലാവരും ക്യാമിയോയിൽ വന്ന ആൾക്കാരാണെങ്കിലും എസ്പെഷ്യലി എനിക്ക് പേഴ്സണലി എനിക്ക് കല്യാണി പ്രിയദർശൻ, യു ഡിഡ് ആൻ അമേസിങ് ജോബ്. ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബ്ലാക്ക് വിഡോനെ ഞാൻ എങ്ങനത്തെ രീതിയിൽ ഞാൻ ബ്ലാക്ക് വിഡോ ആയിട്ട് കമ്പയർ ചെയ്യണം, അത്രമാത്രം കമ്പയർ ചെയ്യാനുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ഐ ഡോണ്ട് കെയർ ഗൈസ്, ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദാറ്റ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ബട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നു. ഞാൻ ഒരു മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടുന്ന ആളോ ഒന്നുമല്ല. ഞാനത് ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ചെയ്യണമെന്ന് തോന്നി, ഇതെനിക്ക് പറയണം തോന്നി. കാരണം സൂപ്പർ മൂവിടാ, ഒന്നും പറയാനില്ല. മലയാളത്തിൽ നിന്നൊരു സാധനം വി ഷുഡ് റിയലി ബി പ്രൗഡ് അല്ലേ? ഇങ്ങനൊരു സാധനം നമ്മുടെ ലാംഗ്വേജിൽ ഉണ്ട് എന്ന് പറയാന്നുള്ളത് വി ഷുഡ് ആക്ച്വലി ബി പ്രൗഡ്. സൂപ്പർ ഗൈസ്, നിങ്ങൾ it's worth all the works and hard works and all the എല്ലാം you guys put it on the movie. It's worth it. അതിനുള്ള എല്ലാ സാധനം മൂവിയിലുണ്ട്. So that's it. കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഇങ്ങനൊരു എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മൂവി കണ്ടിട്ട്, ആൻഡ് ഐ എം ഗ്ലാഡ്. ഇന്നെങ്കിലും എനിക്ക് പോയി കാണണം എന്ന് എനിക്ക് തോന്നി, പോയി കണ്ടു. ഐ എം സോ ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ജസ്റ്റ് ഇത് വന്നിട്ടൊരു എനിക്കെന്തോ പറയണം തോന്നി, പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പടം പോയി കാണും. പടത്തിലുള്ള ഒരു തേങ്ങയും ഒരു സസ്പെൻസും ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ പടം പോയി കാണണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പടം കണ്ടേ പറ്റുള്ളൂ. ദാറ്റ്സ് ബാക്കിയുള്ള മൂവിനെ ബാക്കി ഉള്ള ലാംഗ്വേജിലുള്ള ഇതുപോലത്തെ മൂവിനെ നമ്മൾ എന്തോരം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ വി ഷുഡ് സെലിബ്രേറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവി വരുമ്പോൾ വി ഷുഡ് ഡെഫിനറ്റ്ലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് സെലിബ്രേറ്റ് ചെയ്യും ഗൈസ്? വി ഷുഡ് ആക്ച്വലി സെലിബ്രേറ്റ് ദീസ് കൈൻഡ് ഓഫ് മൂവീസ്, റൈറ്റ്? ലൈക്ക് വി ഡു ഫോർ ഓൾ ദി അതർ ലാംഗ്വേജസ്. എസ്പെഷ്യലി ഹോളിവുഡിലൊക്കെ ഇതുപോലൊരു സൂപ്പർ ഹീറോ പടം വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അടിപൊളി അത് ഇതെന്നൊക്കെ പീപ്പിൾ ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. പീപ്പിൾ ഷുഡ് സെലിബ്രേറ്റ് ഇറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗോ വാച്ച് ദിസ് മൂവി. തിയേറ്റർ വാച്ചാണെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ ഫോണിൽ കാണാം, ലാപ്പിൽ കാണാം, അവിടെ കാണാം, ഇവിടെ കാണാം എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ പ്ലീസ് ഡോണ്ട് മിസ് ദാറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇറ്റ് ഡിസേർവ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. സോ തിയേറ്ററിൽ പോയി കാണാം. ആൻഡ് that's it. Bye. Take care.